എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം വീണ്ടും നല്ല തെളിച്ചായിട്ടോ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് കാലാവസ്ഥ. ഇപ്പം നല്ല മഴ പെയ്യേണ്ട സമയമല്ലേ, നമ്മുടെ ജൂൺ ജൂലൈ മാസമൊക്കെ. പക്ഷേ ഇപ്പം ഈ തവണ എൻറ്റയർലി ഡിഫറെൻ്റാണ്. കുറച്ച് ദിവസം മഴ പെയ്താൽ പിന്നെ നല്ല തെളിവ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ കുറച്ച് വാഴയുള്ളതിലേക്കൊന്ന് ഇറങ്ങിയതാണ്. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് നല്ല കാട് കയറി മൂടിയാണ് നിൽക്കണേ. അപ്പം കുറേ പഴുത്ത കയ്യും ഒക്കെ കണ്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കൈയൊക്കെ കണ്ടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചുണ്ടൻ കയറി പോലെയൊക്കെയോ കാണണ്ടേ. അപ്പോൾ അതൊക്കെ ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ കൈയൊക്കെ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ആ ചീഞ്ഞ് കിടക്കണ കൈയൊക്കെ കണ്ടിച്ച് അതിൻ്റെ ചോട്ടിലേക്ക് തന്നെയാട്ടോ ഞാൻ ഇടണേ. അപ്പോൾ അതിന് തന്നെ വളമായിക്കോളൂല്ലോ, അതങ്ങ് ചീഞ്ഞ്. പിന്നെ കുറേ പച്ചക്കൈയൊക്കെ ഈ മഴയൊക്കെ ആയതുകൊണ്ടേ തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് പച്ചക്കൈ ആയതുകൊണ്ട് അത് നമുക്ക് വെട്ടിക്കളഞ്ഞാൽ അതിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതങ്ങ് കെട്ടിവെക്കുകയോ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒത്തിരി വലിയ കൃഷി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. മഴയ്ക്ക് കുറച്ച് ചാണകവും ചാരമൊക്കെ ഇട്ടാൽ നല്ലതാണ്, അതൊക്കെ അറിയുള്ളൂ. അല്ലാണ്ട് വലിയ കാര്യങ്ങളും ഗഹനമായ കാര്യങ്ങളൊന്നും അറിയില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചാരമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മണ്ണ് പൊട്ടിച്ചിട്ടാൻ ഞാൻ ഇറങ്ങിയതാട്ടോ. ജസ്റ്റ് ആ കാടൊന്ന് ചോട്ടിലൊക്കെ പറിച്ചിട്ട്. വാഴ എന്ന് പേര് മാത്രം പറയാനുള്ളൂ. ഒത്തിരി വാഴയൊന്നുമല്ല, 5-10 വാഴയൊക്കെ കാണും കേട്ടോ. ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവൻ, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഇടവേളയായിട്ട് ചേനയും കുറച്ച് മധുരത്തലയൊക്കെ നട്ടിട്ടുണ്ട്. വാഴക്കൊല വിൽക്കാനുള്ള വ്യാമോഹം കൊണ്ടേ അല്ല കേട്ടോ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഈ ജൈവവളമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്, വാഴക്കൊലയൊക്കെ കഴിക്കുന്നത്, വാഴപ്പഴമൊക്കെ തിന്നുന്നത് വളരെ നല്ലതാണല്ലോ. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ അതിനു വേണ്ടി മാത്രം ചെയ്യണം. ചോട്ടിലെ കാടൊക്കെ ഒന്ന് പറിച്ചിട്ട് ജസ്റ്റ് കുറച്ച് ചാണകപ്പൊടിയും ചാരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മണ്ണ് പൊട്ടിച്ചിട്ട് കൊടുക്കണമല്ലേ, ഒത്തിരി മണ്ണൊന്നും ഇടണില്ല. ഇനി നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. അതുകൊണ്ട് തൂമ്പാപ്പണി ചെയ്ത് കുറച്ചൊരു ഇടവേള കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ തൂമ്പയെടുത്ത് പണിയാനൊന്നും കുറേ ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. അപ്പം തൂമ്പയെടുത്ത് പണിതതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്ക് ഉണ്ടായിരുന്നേ. കാരണം വെയിലും കൂടി ആയപ്പോഴത്തേക്ക് നല്ലൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ തോന്നി. എന്നാലും അതൊന്നും വക വയ്ക്കാതെ നമുക്ക് കിട്ടണ സമയത്ത് ചെയ്യണമല്ലോ. അപ്പോൾ ചേനയ്ക്കും വാഴയ്ക്കും എല്ലാം കൂടെ ഒന്നിച്ച് മണ്ണ് ഇട്ട് കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാ വാഴയും നോക്കാണ്ട് കുറച്ച് എനിക്ക് കഴിയുന്നത്ര വാഴ ഞാനങ്ങനെ ചെയ്തു കേട്ടോ. ബാക്കി അടുത്ത ദിവസം ഉണ്ടല്ലോ, എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സ്വന്തം കാര്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. മുതലാളിയും നമ്മൾ തന്നെ, തൊഴിലാളിയും നമ്മൾ തന്നെ. അപ്പോൾ നോ പ്രോബ്ലം, നോ കോംപ്രമൈസ്. അപ്പോൾ വിശേഷം പറഞ്ഞതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസായിട്ടൊന്ന് അറിയിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.